Hi friends, welcome back to my channel. Today we are going to learn about phrasal verb. Phrasal verbുകളെ പറ്റി മുമ്പേ വീഡിയോകൾ കുറെ ചെയ്തിട്ടുണ്ട്. താഴെ അതിൻ്റെ ലിങ്ക് കൊടുക്കാം. താല്പര്യമുണ്ടെങ്കിൽ നിങ്ങൾക്ക് കാണാവുന്നതാണ്. ഓക്കെ, അപ്പോൾ നമ്മൾ ഇന്ന് കോമൺ യൂസേജിലുള്ള കുറച്ച് phrasal verbുകളാണ് നോക്കാൻ പോകുന്നത്. ഫസ്റ്റ് വൺ, come from. Come from means ഉത്ഭവം അഥവാ ഉറവിടം. come from ഉത്ഭവം അഥവാ ഉറവിടം. ഇംഗ്ലീഷിൽ ഒറിജിനേറ്റ് ഇൻ എന്ന് പറയാം. ഒറിജിനേറ്റ് ഇൻ. ദ നെക്സ്റ്റ്, ഹാൻഡ് ഡൗൺ. ഹാൻഡ് ഡൗൺ മീൻസ് കൈമാറുക. കൈമാറുക, ഹാൻഡ് ഡൗൺ. ഹാൻഡ് ഓവർ എന്നും പറയാം. ഹാൻഡ് ഓവർ അപ്പോൾ ഏതെങ്കിലും തരത്തിലുള്ള പദവി, ഡെസിഗ്നേഷൻ അല്ലെങ്കിൽ അധികാരം, പവർ ആകട്ടെ, സംതിങ്സ്, മറ്റെന്തെങ്കിലും സാധനം, ഇവയൊക്കെ കൈമാറുന്നതിന് ഇങ്ങനെ പറയാം, ഹാൻഡ് ഡൗൺ. ഫ്രേസൽ വെർബുകൾ ഹൈസ്കൂൾ ക്ലാസ്സുകൾ മുതൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയതാണ്. അതുപോലെ തന്നെ മത്സര പരീക്ഷകൾക്കും വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു സെക്ഷനാണ് ഫ്രേസൽ വെർബുകൾ. അത് അറിഞ്ഞിരിക്കേണ്ടത് വളരെ അത്യാവശ്യമാണ് ഇംഗ്ലീഷ് പഠിക്കുമ്പോൾ, സീരിയസ് ആയിട്ട് പഠിക്കുകയാണെങ്കിൽ. ഓക്കെ, അപ്പോൾ നെക്സ്റ്റ് വൺ, ടേൺ ഡൗൺ. ടേൺ ഡൗൺ മീൻസ് നിരസിക്കുക. ടേൺ ഡൗൺ, നിരസിക്കുക. ഇംഗ്ലീഷ് വൊക്കാബുലറി വേർഡ് റിജക്റ്റ്. റിജക്റ്റ്, നിരസിക്കുക. Another one, passed away. Passed away means മരണപ്പെട്ടു. മരണപ്പെട്ടു, passed away. Other word, died. Vocabulary word ആണ് died. Then come back. Come back means തിരിച്ചു വരിക. come back, തിരിച്ചു വരിക. come back. return. Vocabulary word ആയിട്ട് return യൂസ് ചെയ്യാം. return. Then drop out. Drop out, വിട്ടുകളയുക. drop out, വിട്ടുകളയുക. Other word, quit. quit പറയാമെങ്കിൽ leave, സെയിം മീനിങ്ങുകളാണ്. quit, leave. ഓക്കെ, then next one, get over. get over means തരണം ചെയ്യുക. get over, തരണം ചെയ്യുക. overcome എന്നും പറയാം. overcome. Next one, go after. go after means പിന്തുടരുക. go after, പിന്തുടരുക. follow somebody. Then cut down. cut down means കുറയ്ക്കുക. cut down, കുറയ്ക്കുക. reduce ചെയ്യുക. cut down, കുറയ്ക്കുക. reduce, vocabulary word ആണ് reduce. okay, then next, make out. make out means മനസ്സിലാക്കുക. make out, മനസ്സിലാക്കുക. vocabulary word understand. understand, മനസ്സിലാക്കുക. next one, put across. put across എന്ന് വെച്ചാൽ ആശയവിനിമയം നടത്തുക. put across, ആശയവിനിമയം നടത്തുക. vocabulary word communicate. communicate. Other word, convey. convey or communicate. The next one, makeup. makeup means ബന്ധങ്ങളൊക്കെ പുതുക്കുന്നതിന്, വളരെ മോശമായിരിക്കുന്ന റിലേഷനൊക്കെ ഒന്ന് പുതുക്കുന്നതിന് നമ്മൾ മേക്കപ്പ് എന്ന് ചെയ്യും. പിണങ്ങിയൊക്കെ ഇരിക്കുന്നവർ തമ്മിൽ ഒന്ന് വീണ്ടും സൗഹൃദത്തിലാവുന്നതിന് മേക്കപ്പ് എന്ന് ഫ്രേസൽ വെർബ് യൂസ് ചെയ്യാം. ബി ഫ്രണ്ട്ലി. ബി ഫ്രണ്ട്ലി. ചില ഫ്രേസൽ വെർബുകൾ അവയുടെ വേർബിൻ്റെ ബേസിക് മീനിങ്ങിൽ നിന്ന് വളരെ വ്യത്യസ്തമായ മീനിങ്ങുകളായിരിക്കാം. എന്നാൽ ചിലതൊക്കെ വളരെയധികം അടുത്ത ലിറ്ററലി മീനിങ് സെയിം ആയിരിക്കും. നെക്സ്റ്റ് വൺ, ലെറ്റ് ഡൗൺ ആണ്. ലെറ്റ് ഡൗൺ. ലെറ്റ് ഡൗൺ മീൻസ് നിരാശപ്പെടുത്തുക. നിരാശപ്പെടുത്തുക, ലെറ്റ് ഡൗൺ. അത് വൊക്കാബുലറി വേർഡ് ഡിസപ്പോയിൻറ്റ്. ഡിസപ്പോയിൻറ്റ്. നീ എന്നെ നിരാശപ്പെടുത്തി എന്ന് നമുക്ക് എങ്ങനെ ഇംഗ്ലീഷിൽ പറയാം? യു ലെറ്റ് മീ ഡൗൺ. യു ലെറ്റ് മീ ഡൗൺ. ഇവിടെ ലെറ്റ് ഡൗൺ എന്നതിനെ നമ്മൾ സ്പ്ലിറ്റ് ചെയ്തിട്ടാണ് പറഞ്ഞിരിക്കുന്നത്. ഫ്രേസൽ വെർബുകൾ സ്പ്ലിറ്റ് ചെയ്ത് പറയാം, അല്ലെങ്കിൽ അല്ലാതെയും പറയാം. ചില സ്പ്ലിറ്റ് പറയുമ്പോഴാണ് കൂടുതൽ ഫ്ലോ, പറയാൻ ഭംഗിയും സെൻറ്റൻസുകൾക്ക്. ഇവിടെ എന്നാൽ ലെറ്റിന് ശേഷം നമ്മൾ സാധാരണ യൂസ് ചെയ്യുന്നത്
എന്താണ് പ്രൊനൗൺ ആണ്. അതുകൊണ്ട് തന്നെ അത് ഇങ്ങനെ തന്നെയാണ് പറയേണ്ടത്. ഇവിടെ ആക്ച്വലി ലെറ്റിൻ്റെ മീനിങ് അനുവദിക്കുക എന്നാണ്. ഇവിടെ യു ലെറ്റ് മീ ഡൗൺ എന്ന് പറയുമ്പോൾ നീ എന്നെ നിരാശപ്പെടാൻ അനുവദിച്ചു. ചില ഫ്രേസൽ വെർബുകൾ സ്പ്ലിറ്റ് ചെയ്തിട്ട് ഒബ്ജക്റ്റിന് ശേഷം യൂസ് ചെയ്യാറുണ്ട്. ഇവിടെ മീ എന്ന ഒബ്ജക്റ്റിന് ശേഷമാണ് ഡൗൺ യൂസ് ചെയ്തിരിക്കുന്നത്. നെക്സ്റ്റ് വൺ കോൾ ഓൺ. കോൾ ഓൺ മീനിങ് സന്ദർശിക്കുക എന്നാണ്. കോൾ ഓൺ സന്ദർശിക്കുക. വൊക്കാബുലറി വേർഡ് വിസിറ്റ്. വിസിറ്റ് ഒരു എക്സാമ്പിൾ സെൻറ്റൻസ് പറയാൻ വെച്ചാൽ ഐ കോൾഡ് ഓൺ മൈ ഫ്രണ്ട് ലാസ്റ്റ് വീക്ക് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ കഴിഞ്ഞ ആഴ്ച എൻ്റെ സുഹൃത്തിനെ സന്ദർശിച്ചു. ഇവിടെ കോൾഡ് ഓൺ എന്നാണ് പറയുന്നത്. അതായത് സന്ദർശിച്ചു, കഴിഞ്ഞ ആഴ്ച കഴിഞ്ഞ ഒരു പാസ്റ്റിലത്തെ കാര്യം പറയുന്നത് കൊണ്ടാണ് ഇവിടെ കോൾ ഓൺ എന്നതിന് പകരം കോൾഡ് ഓൺ എന്ന് പറഞ്ഞിരിക്കുന്നത്. പാസ്റ്റിൽ കോൾന്നത് കോൾഡ് ഓൺ. ഐ കോൾഡ് ഓൺ മൈ ഫ്രണ്ട് ലാസ്റ്റ് വീക്ക്. ഓക്കെ, ദെൻ നെക്സ്റ്റ് കോൾ ഓഫ് ആണ്. കോൾ ഓഫ്. കോൾ ഓഫ് മീൻസ് റദ്ദ് ചെയ്യുക, ക്യാൻസൽ ചെയ്യുക. കോൾ ഓഫ് റദ്ദ് ചെയ്യുക, നിർത്തലാക്കുക, നിങ്ങൾ ഉപേക്ഷിക്കുക. എക്സാമ്പിൾ സെൻറ്റൻസ് പറയാച്ചാൽ മാനേജ്മെൻറ്റ് ഡിമാൻഡഡ് ടു ദ സ്ട്രൈക്കേഴ്സ് ടു കോൾ ഓഫ് ദ സ്ട്രൈക്ക്. മാനേജ്മെൻറ്റ് ഡിമാൻഡ് എന്ന് പറഞ്ഞാൽ മാനേജ്മെൻറ്റ് ആവശ്യപ്പെട്ടു. ടു ഹും ആരോടാണ്? ടു ദ സ്ട്രൈക്കേഴ്സ്, സമരക്കാരോട്. ടു ദ സ്ട്രൈക്കേഴ്സ് എന്തിനു വേണ്ടിയാണ്? ടു കോൾ ഓഫ് ദ സ്ട്രൈക്ക്. കോൾ ഓഫ് ക്യാൻസൽ ചെയ്യുക, റദ്ദ് ചെയ്യാൻ, സമരം അവസാനിപ്പിക്കുവാൻ ആവശ്യപ്പെട്ടു. സ്ട്രൈക്ക് സമരം. ഓക്കെ, ദെൻ നെക്സ്റ്റ് വൺ ഗിവ് അപ്പ്. ഗിവ് അപ്പ് മീൻസ് ഉപേക്ഷിക്കുക എന്നാണ്. ഗിവ് അപ്പ് ഉപേക്ഷിക്കുക. വൊക്കാബുലറി വേർഡ് അബാൻഡൻ. അബാൻഡൻ. അതുപോലെ ലീവ് ഔട്ട്, സ്റ്റോപ്പ്, അത് സെയിം മീനിങ്ങിൽ ഉപയോഗിക്കുന്ന വേർഡുകളാണ്. അബാൻഡൻ, ലീവ് ഔട്ട്, സ്റ്റോപ്പ്. The doctor advised the patient to give up smoking. Doctor advised the patient to give up smoking. The doctor advised the patient. ഡോക്ടർ രോഗിയെ ഉപദേശിച്ചു. അഡ്വൈസ്ഡ് ഉപദേശിച്ചു. പേഷ്യൻറ്റ് രോഗി. ഡോക്ടർ അഡ്വൈസ് ദ പേഷ്യൻറ്റ് എന്തിനാണ് ഉപദേശിച്ചത്? ടു ഗിവ് അപ്പ് സ്മോക്കിംഗ്. സ്മോക്കിംഗ് പുകവലി. ടു ഗിവ് അപ്പ് എന്ന് പറഞ്ഞാൽ ഉപേക്ഷിക്കാൻ. ഡോക്ടർ അഡ്വൈസ് ദ പേഷ്യൻറ്റ് ടു ഗിവ് അപ്പ് സ്മോക്കിംഗ്. ദ നെക്സ്റ്റ് വേർഡ് ഗിവിൻ. ഗിവിൻ മീൻസ് കീഴടങ്ങുക എന്നാണ്. ഗിവിൻ കീഴടങ്ങുക. അതൊരു വൊക്കാബുലറി വേർഡ് ഈൽഡ്. ഈൽഡ്. മറ്റൊരു വേർഡ് സറണ്ടർ. രണ്ട് സെയിം മീനിങ് ആണ്. ഈൽഡ്, സറണ്ടർ. ഒരു എക്സാമ്പിൾ സെൻറ്റൻസ് പറഞ്ഞാൽ കുറ്റവാളി അവസാനം പോലീസിന് മുന്നിൽ കീഴടങ്ങി. അവസാനം അറ്റ് ലാസ്റ്റ് ദ കൾപ്രിറ്റ്. കൾപ്രിറ്റ് കുറ്റവാളി. അറ്റ് ലാസ്റ്റ് ദ കൾപ്രിറ്റ് ഗെയ്വിൻ. ഗെയ്വിൻ എന്നാണ് യൂസ് ചെയ്യേണ്ടത്. ഗിവിൻ എന്നുള്ളത് കീഴടങ്ങി. നമ്മൾ പാസ്റ്റിലാണ് ഇത് പറയുന്നത്. അപ്പോൾ കീഴടങ്ങി എന്നാണ്. അപ്പോൾ ഗെയ്വിൻ ഇൻ ഫ്രണ്ട് ഓഫ് ദ പോലീസ്. ഇൻ ഫ്രണ്ട് ഓഫ് എന്ന് പറഞ്ഞാൽ മുന്നിൽ. അനദർ വൺ ടേൺ അപ്പ് ആണ്. ടേൺ അപ്പ് മീൻസ് പ്രത്യക്ഷപ്പെടുക. ടേൺ അപ്പ് പ്രത്യക്ഷപ്പെടുക. ഇംഗ്ലീഷ് വൊക്കാബുലറി വേർഡ് എപ്പിയേർഡ്. എപ്പിയേർഡ്. അപ്പോൾ ഇത്രയുമാണ് നമ്മുടെ ഇന്നത്തെ ഫ്രേസൽ വെർബുകൾ. ഫ്രേസൽ വെർബുകൾ ഇനിയും ഒരുപാടുണ്ട്. കോമൺ യൂസേജ് ഉള്ളത് തന്നെ. നമുക്കിത് മറ്റൊരു ലെസണിൽ നോക്കാം. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക, അഭിപ്രായങ്ങൾ എഴുതുക. സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് കൂടി ചെയ്തേക്കണേ. താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ.